എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ വിവാഹ തടസ്സങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ പറയുന്നുണ്ട്, സമീപിക്കുന്നുണ്ട്. വിവാഹം നടക്കുന്നില്ല. അപ്പോൾ ആ തടസ്സങ്ങൾ മാറാനായിട്ട് പലർക്കും പല കാര്യങ്ങളും നമ്മൾ ഉപദേശിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് ഞാനിവിടെ ഈ എപ്പിസോഡിൽ അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്വയംവര പാർവതി ധ്യാനമാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് എഴുതിയെടുക്കുക. ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ എഴുതി തരുന്നതായിരിക്കും. ബാലാർക്കായുധ സത്പ്രഭാം കരതലേ ലോലംബമാലാകുലാം മാലാം സന്ധതീം മനോഹരതനും മന്ദസ്മിതോദ്യന്മുഖീം മന്ദം മന്ദമുപേയുഷീം വരയിതും ശംഭും ജഗന്മോഹിനീം വന്ദേ ദേവമുനീന്ദ്രവന്ദിതപദാമിഷ്ടാർത്ഥതാം പാർവതീം. അടുത്തത് സ്വയംവര കലാശിവധ്യാനമാണ്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ശംഭും ജഗന്മോഹന രൂപപൂർണം വിലോക്യ ലജ്ജാകുലിതം സ്മിരാഢ്യാം മധൂകമാലാം സ്വസഖീകര്യാഭ്യാം സംബിഭ്രതീമദ്രിസുതാം ഭജേഹം. ഇത് 9 ഉരുവെങ്കിലും ജപിക്കുക. കാലത്തും വൈകിട്ടും ജപിക്കുക. വിവാഹ തടസ്സമൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ആൾക്കാർക്ക് നല്ലതാണ്. തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതായിരിക്കും. ഹരിയോം ഹരിയോം ഹരിയോം.